ദൈവനാമം മഹത്വപ്പെടട്ടെ. യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായ യൂദ, തദ്ദായി, യാക്കോബിൻ്റെ സഹോദരനായ യൂദ, യാക്കോബിൻ്റെ മകനായ യൂദ എന്നൊക്കെ അറിയപ്പെടുന്നു. പേരിൻ്റെ അർത്ഥം നെഞ്ച് എന്നാണ്. പേരിൻ്റെ അർത്ഥം പോലെ ദൈവവിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് അതിനുവേണ്ടി പ്രാണത്യാഗം ചെയ്യുന്നുണ്ട് തദ്ദായി ശ്രീഹ. യേശുതമ്പുരാൻ ഇസ്രായേലിൽ ഒരു ഭൗതികമായ രാജ്യം സ്ഥാപിച്ച് അതിൽ രാജാവായി വാണരുളും എന്ന് ചിന്തിച്ചതുകൊണ്ടാവാം ദേശാഭിമാനിയായ യൂദ യേശുവിൽ ആകൃഷ്ടനായത്. മറ്റ് ശിഷ്യന്മാരെ പോലെ തന്നെ യൂദായും യേശു തമ്പുരാനെ അനുഗമിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അന്ത്യ അത്താഴത്തിന് ശേഷം യൂദ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് സംഭവിച്ചിട്ടാവുന്നു കർത്താവേ, നീ ലോകത്തിനായിട്ടല്ല ഞങ്ങൾക്കത്രേ വെളിപ്പെടുത്തുന്നത് എന്ന്. യേശുവിന് മറുപടി പറയുന്നുണ്ട്. എങ്കിലും അതിൻ്റെ അർത്ഥം പൂർണ്ണമായി തദ്ദായി മനസ്സിലാക്കുന്നത് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷമാണ്. പെന്തിക്കോസ്തി പെരുന്നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ സമ്മാനിതനായ ശ്ലീഹ പല സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചു, രക്തസാക്ഷി മരണം വരിച്ചു. ദൈവവിശ്വാസത്തെ നെഞ്ചോട് ചേർക്കണമെന്ന്, ക്രിസ്തുവിനെ അനുഗമിക്കുക മാത്രമല്ല, ക്രിസ്തു വിശ്വാസത്തെ ദൈനംദിന ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് ജീവിക്കണമെന്ന് തദ്ദായി ശ്ലീഹ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.